കർത്താവേ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്താറെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇന്ന് ഈ ശനിയാഴ്ച അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമത്തെ ജീവിക്കാൻ പ്രഭാതം മുതൽ ഒരുങ്ങുകയും ചെയ്യുന്ന മക്കളുടെ മേലെ നിൻ്റെ ശുഭമാക്കപ്പെടുന്ന ദൈവകൃപയാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിന് വരുന്നിട്ടുള്ള അബദ്ധങ്ങൾ, പലതരത്തിലുള്ള അബദ്ധങ്ങൾ വരും. ചില സമയത്ത് ഒപ്പിട്ട് കൊടുക്കും, പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റാതെ വരും. ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കും, പകുതി വഴി എത്തും, പക്ഷെ നമുക്ക് മുഴുമിക്കാൻ പറ്റാതെ വരും. ചിലപ്പോൾ ആരെയും മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ കാര്യത്തിന് ഒത്താശ ചെയ്യും. അവസാനം നമ്മളെ ഇതിലേക്ക് ചാടിച്ചവൻ തന്നെ ഇതെല്ലാം നമ്മുടെ മുതുകത്ത് വെച്ചിട്ട് ഇങ്ങനെ പല പല അബദ്ധങ്ങളിൽ ചെന്ന് മനുഷ്യരെ കുരുങ്ങുന്നുണ്ട്. കർത്താവേ, അതിനെല്ലാം രക്ഷിക്കാൻ വേണ്ടി നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മനുഷ്യന്മാരുടെ ഉപദേശം, എല്ലാത്തിനു വേണ്ടി മനുഷ്യന്മാരുടെ ഉപദേശവും മനുഷ്യനെ ദൈവമായി കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ദൈവം പറയണ പോലെയാണെന്നുള്ള പൊട്ടവാക്കുകളും പേവാക്കുകളും വിഡ്ഢിയായ മനുഷ്യൻ കെട്ടിയെഴുന്നള്ളിക്കുമ്പോഴേ ഓർക്കുക, യഥാർത്ഥ ദൈവത്തെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന്. കർത്താവ്, അങ്ങനെയുള്ള മിഥ്യാബോധങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലഹരിക്കടിപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം സന്ധിക്കണമേ, സമാധാനപ്പെടുത്തണമേ. നിൻ്റെ കൃപയാൽ അവരെ അതിനെല്ലാം വിടുവിച്ചുകൊണ്ട് കുടുംബത്തിന് സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം തകർന്നു പോയി, മുടിഞ്ഞു പോയി, ഇനിയിപ്പോൾ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ നിന്ന് കൊടുത്തിട്ട് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴുകിപ്പോകുന്ന പോലെ മനുഷ്യന്മാർ നശിച്ച് പോകുന്നുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് കണ്ടു നിൽക്കുന്നവർ ശപിക്കുകയും നമ്മുടെ തകർച്ചയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവമില്ല, ദൈവത്തിന് പോലും എന്നെ വേണ്ട, എനിക്ക് ദൈവത്തിനെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം നിർജ്ജലീകരിക്കണ പോലെ ആധ്യാത്മികമായിട്ട് നിർജ്ജലീകരിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവെ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തിന് വന്നിരിക്കുന്ന അബദ്ധം, വന്നിരിക്കുന്ന പെട്ടുപോയ അവസ്ഥകൾ, അതെങ്ങനെയാണ് അവിടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നൊക്കെ അവർക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിലും പക്ഷേ അതേസമയം അതിന് കരകയറാനുള്ള മാർഗമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി കരകയറാൻ മാർഗം കാണുന്നില്ല. പല പല മരുന്നുകളും പല പല ലഹരി വിഷവസ്തുക്കളൊക്കെ കഴിച്ചിട്ട് ശരീരം പോയി നഷ്ടപ്പെട്ടിട്ട് ആ രോഗങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റണില്ല. ഇങ്ങനെ സ്വന്തം കഴിവിനെ കരകയറാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടു, ചില ലൈംഗിക ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടു, പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ മരണം വരെ ഇങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മഹത്യ ഭീഷണിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതക ഭീഷണിയും അങ്ങനെ ചെന്ന് ചുഴിയിലകപ്പെട്ടു പോയ കുടുംബങ്ങൾ അവർ നീ കർത്താവേ, അമ്മയെ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ജീവിതം ഒടുങ്ങി